വിലക്ക് ലംഘിച്ച് ചേലക്കരയിൽ PV അൻവർ MLA നടത്തിയ വാർത്താസമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ. വാർത്താസമ്മേളനം നടത്തുന്നതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നോട്ടീസ് നൽകി. എന്നാൽ നോട്ടീസ് നൽകിയിട്ടും വാർത്താസമ്മേളനത്തിൽ നിന്ന് പിന്മാറാൻ അൻവർ തയ്യാറായില്ല. അൻവറിനെതിരെ ഉടൻ നടപടിയുണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. താൻ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടവും ലംഘിച്ചിട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു അൻവർ വാർത്താസമ്മേളനം ആരംഭിച്ചത്. എന്തിനാണ് പിണറായി ഭയക്കുന്നതെന്നും അൻവർ ചോദിച്ചു. ഇന്ന് പ്രചരണം നടത്തരുതെന്ന് ചട്ടം പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് ചട്ടം കൃത്യമായി പഠിച്ചിട്ടാണ് താൻ ഇരിക്കുന്നത്. ഇപ്പോൾ പറയുന്നതെല്ലാം അലിഖിത നിയമങ്ങളാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു. എന്തിനാണ് ഇത്രമാത്രം പിണറായി ഭയപ്പെടുന്നതെന്ന് അറിയില്ല. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനവും ഇവിടെ PV അൻവർ നടത്താൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം എന്ന് പറയുന്നത് വായിച്ച് പഠിച്ചിട്ടുള്ള ആ നിയമങ്ങൾ വായിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ചട്ടം പറയുന്നത് ശബ്ദമുഖരിതമായ പ്രചരണം ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് അവസാനിപ്പിക്കണം. മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. വാർത്താസമ്മേളനം തുടരുന്നതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വാർത്താസമ്മേളനം നിർത്തിവെക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടെങ്കിലും അൻവർ പിന്മാറാൻ തയ്യാറായില്ല. ഇത് തർക്കത്തിനിടയാക്കി. തുടർന്ന് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി മടങ്ങി. എന്തിനാ പെർമിഷൻ? പ്രസ് കോൺഫറൻസിന് പെർമിഷൻ വേണോ? ഇല്ലല്ല, നിങ്ങൾ അത് എഴുതു. വയലേഷൻ മാത്രം. എന്താണ് വയലേറ്റ് ചെയ്യുന്നത്? ഏത് ആക്ടിന്റെ ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് വയലേറ്റ് ചെയ്യുന്നത്? വെറുതെ വന്നിട്ട് പിണറായി പറഞ്ഞു വിടുന്നതിന് വന്നാൽ നിങ്ങൾ വിവരം അറിയും. ഞങ്ങൾ കോടതിയിൽ പോവും. വിഷയത്തിൽ അൻവറിനെതിരെ നടപടിയുണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. വാർത്താസമ്മേളനം തുടർന്ന അൻവർ ഇരു മുന്നണികൾക്കുമെതിരെ ആഞ്ഞടിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 40 ലക്ഷം രൂപയാണ് ചെലവഴിക്കാവുന്ന പരമാവധി തുക. എന്നാൽ 3 മുന്നണികളും കൂടി 36 കോടി രൂപയാണ് ചേലക്കരയിൽ ചെലവഴിച്ചത്. ഈ മണ്ഡലത്തിൽ ആരും ജയിക്കില്ല. തങ്ങൾ കോടതിയിൽ പോകും. ബൂത്ത് തിരിച്ച് ഓരോ പാർട്ടിയും ചെലവാക്കിയ തുകയുടെ കണക്ക് തന്റെ കയ്യിലുണ്ടെന്നും അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത TV.